അങ്ങനെ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞു. മക്കളെ പിടിച്ച പിടിയാലെ കൊണ്ടുപോകാൻ രക്ഷിതാക്കൾ സ്കൂളിലെത്തിയിരുന്നു. ഈ നിൽക്കുന്നത് കുട്ടിയുടെ അമ്മയെന്നാണ് ആദ്യം കരുതിയത്. അമ്മയല്ല ടീച്ചറാണെന്ന് പിന്നീട് മനസ്സിലായി. അമ്മ വരുമ്പോൾ കുട്ടിയെ ഏൽപ്പിക്കാൻ നിൽക്കുകയാണ് പത്തനംതിട്ട മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചർ. ഡ്യൂട്ടിയില്ലാത്ത ടീച്ചേഴ്സ് ഇവിടെ വരണം, അങ്ങനെ പിള്ളേരെ വിടാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. കുറച്ച് പേരുണ്ട് ഇവിടെ. അമ്മമാരെ കൂട്ടിയാ വിടുന്നത്. ഉണ്ട്, ഞങ്ങൾ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകത്തുള്ളൂ. കുഴപ്പമില്ലായിരുന്നു, കുറച്ച് ടഫ് ഉണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു. അമ്മയല്ലേ ഇതിന്റെ ടീച്ചറാ. അമ്മ വന്നില്ല, ഇപ്പൊ വരും, വെയിറ്റ് ചെയ്യുക. വരുമെന്ന് പറഞ്ഞു. രക്ഷിതാക്കൾ സ്കൂളിലെത്തിയിരുന്നെങ്കിലും ആഘോഷത്തിന് കുട്ടികൾ ഒട്ടും കുറവ് വരുത്തിയില്ല. എല്ലാവരുമായിട്ട് വൈബ് അടിച്ചു പോയിട്ട് കുഴപ്പമില്ല. എല്ലാം കഴിഞ്ഞിട്ടേ വിളിച്ചോട്ട് പോകത്തുള്ളൂ. ഫ്രണ്ട്സിനെയൊക്കെ കാണണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പാരന്റ്സ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ വലുതായിട്ട് ഇങ്ങനെ കമ്പനി കൂടാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ലല്ലോ. ഇന്നൂടെ ലാസ്റ്റ് ഡേ അല്ലേ. കുറച്ച് സ്വാതന്ത്ര്യം കുറഞ്ഞു, എന്നാലും നല്ലതിനു വേണ്ടിയല്ലേ അനുസരിക്കുന്നു, ഒരു വിദ്യാർത്ഥിനി പറഞ്ഞു. ലാസ്റ്റ് ഡേ അല്ലേ, അപ്പം കുഴപ്പമില്ല. എന്നാലും നമ്മുടെ എല്ലാവരുടെ സേഫ്റ്റി നോക്കിയിട്ടാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. എന്നാലും രണ്ട് ഭാഗത്തുനിന്ന് ശരിയാ. കുട്ടികളുടെ ഭാഗത്തും പേരൻസിന്റെ ഭാഗത്തും രണ്ട് ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കിയാലും ശരിയുണ്ട്. പരീക്ഷ കഴിയുന്ന ദിവസമല്ലേ, വീട്ടിലിരിക്കുമ്പോൾ സമാധാനമില്ല, പഴയ കാലമല്ലല്ലോ, രക്ഷിതാക്കളും പറഞ്ഞു. ഞാൻ വരാനിരുന്നതല്ല, സമയം വന്നപ്പോൾ എനിക്ക് വരണം, അപ്പൊ ഞാൻ അങ്ങനെ വന്നതാ. തോന്നിയില്ല. ഒരു നല്ല കാര്യമായിട്ടാണ് കാണുന്നത്. കാരണം കുറച്ചൊക്കെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കുട്ടികളെ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാണുന്നു. അവരൊക്കെ ചെയ്യട്ടെ, നമ്മൾ ഇതൊക്കെ കഴിഞ്ഞല്ലേ വന്നത്, അവരൊക്കെ ചെയ്യട്ടെ. പിന്നെ രക്ഷകർത്താക്കളുടെ ഒരു നോട്ടത്തിലൂടെ ആകുമ്പം അതിനൊരു നിയന്ത്രണം വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന് അതൊരു അനിവാര്യമാണ്. എന്നാ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ അങ്ങനെ ഇപ്പോഴത്തെ ഈ ലഹരിയും മറ്റു കാര്യങ്ങളുമൊക്കെ വളരെ ഇതായിട്ട് നിൽക്കുന്ന സമയത്ത് കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥ അധ്യാപകർ കാണിച്ച ഒരു മാതൃകയാണത്. പിരിയുന്നതിന്റെ വിഷമം വിദ്യാർത്ഥികളിലുണ്ട്. സ്കൂളിന്റെ മതിൽക്കെട്ടിന് സമീപം നിന്ന് പുറത്തെ കാഴ്ചകൾ ഇവർ ഒരുമിച്ച് നിന്ന് ഒരിക്കൽ കൂടി കണ്ടു. ഒടുവിൽ രക്ഷിതാക്കളുടെ ഒപ്പം ഇനി വീട്ടിലേക്ക്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.